ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ശക്തമായ മുന്നേറ്റത്തിന് പിന്നാലെ വയനാട് സീറ്റൊഴിയാൻ മുതിർന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഒരുങ്ങുകയാണ്. റായ്ബറേലിയിലും വയനാട്ടിലും ഒരേ സമയം വിജയിച്ച രാഹുൽ വയനാടിനെ കൈവിടുമ്പോൾ അത് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം ചേരുമ്പോഴുള്ള സന്തോഷം വയനാട്ടിൽ വരുമ്പോൾ കിട്ടുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത്. 2019 പ്രതിസന്ധി കാലത്ത് അദ്ദേഹത്തെ ചേർത്തുപിടിച്ചത് വയനാട്ടുകാരാണ്. എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലി നിലനിർത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതിയിൽ ഉയർന്ന വികാരം. റായ്ബറേലി, വയനാട് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി വൈകാതെ സന്ദർശനം നടത്തും. വോട്ടർമാരോട് നന്ദി പറയുന്നതിനാണ് സന്ദർശനം. ഈ വേളയിൽ വയനാട് രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. രണ്ടിടത്ത് ജയിച്ച സ്ഥാനാർത്ഥി ഫലം വന്ന് 14 ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം രാജിവെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ജൂൺ 17-നകം രാജി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. വയനാട് സീറ്റ് നിലനിർത്തണമെന്നാണ് രാഹുലിനോട് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പ്രവർത്തക സമിതിയിൽ UP-PCC റായ്ബറേലി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധി വയനാട് സീറ്റൊഴിയാൻ തീരുമാനിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമെന്നായിരുന്നു KPCC നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾക്ക് അവസരം ലഭിക്കും. ഉത്തർപ്രദേശിലെ റായ്ബറേലി സീറ്റ് നിലനിർത്താൻ രാഹുൽ തീരുമാനിച്ചതോടെ വയനാട് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി. രാഹുലിനു പകരം പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കാൻ എത്തുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. നിലവിൽ താൽപര്യം അറിയിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇക്കാര്യം ഹൈക്കമാൻഡ് ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേലി വിട്ടുകൊടുക്കാൻ രാഹുൽ തയ്യാറാകില്ലെന്ന് തുടക്കം മുതലേ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഗാന്ധി കുടുംബത്തിലെ നേതാക്കളിൽ പലരും മത്സരിച്ച് ജയിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരിത്തിരി വൈകാരികത കൂടിയുള്ള മണ്ഡലമാണ് റായ്ബറേലി. എന്നാൽ അതുമാത്രമല്ല ഇത്തവണ നിലനിൽക്കുന്ന സാഹചര്യം. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ വിജയം നൽകിയ സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ UPയിലെ പ്രമുഖ സീറ്റായ റായ്ബറേലി രാഹുൽ വിട്ടൊഴിഞ്ഞാൽ അത് മോശം വികാരമാണ് ഉണ്ടാക്കുക. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് മണ്ഡലവുമായുള്ള നെഹ്റു കുടുംബത്തിന്റെ ബന്ധം നിലനിർത്താനുള്ള സാധ്യതയും ഉണ്ട്. പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രചരണ കാലത്ത് സൂചിപ്പിച്ചിരുന്നു. അതേസമയം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കു പുറമെ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിലെത്തുന്നത് കുടുംബാധിപത്യമെന്ന പ്രചാരണത്തിന് ഇടയാക്കും. അതേസമയം വയനാട്ടിലേക്ക് നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളിലേക്ക് ചർച്ച വരും. തൃശൂരിലെ തോൽവിയിൽ പാർട്ടി നേതൃത്വത്തോട് അതൃപ്തിയുള്ള K മുരളീധരൻ മുതൽ കഴിഞ്ഞ തവണ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന KP നൌഷാദ് അലിയുടേതുൾപ്പെടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുള്ള വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കുമുണ്ട്. സംസ്ഥാനത്ത് പൊതുവെയും മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം വോട്ടർമാർ നൽകിയ പിന്തുണ പരിഗണിച്ചാവണം വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം എന്നാണ് മുസ്ലിം സംഘടനകൾ പൊതുവെ ആവശ്യപ്പെടുന്നത്. UDF കൺവീനർ MM ഹസൻ, KPCC സെക്രട്ടറിയായ KP നൌഷാദ് അലി, ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത്. രണ്ട് വിഭാഗം സമസ്ത ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുമായി ബന്ധമുള്ള KP നൌഷാദ് അലിയോടാണ് മുസ്ലിം സംഘടനകൾക്ക് താൽപര്യമെന്നാണ് സൂചന. MI ഷാനവാസിന് പിൻഗാമിയായി പുതിയ നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്നും സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ അരീക്കോട് സ്വദേശിയാണ് നൌഷാദ് അലി. UDF കൺവീനർ MM ഹസനും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും പരിഗണന ആഗ്രഹിച്ച് കളത്തിലുണ്ട്. എന്നാൽ ഇത്തവണ വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. 2019 ഭൂരിപക്ഷം കുറവാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക്. LDF CPIക്ക് അനുവദിച്ച മണ്ഡലത്തിൽ ആനി രാജ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കുമെന്ന കാര്യം തീർച്ചയാണ്.
തീർച്ചയായും പ്രിയങ്ക ഗാന്ധി വന്നില്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട കെ മുരളീധരന് വയനാട് മണ്ഡലത്തിൽ അവസരം നൽകാനുള്ള സാധ്യത തള്ളാനാകില്ല. താനില്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മുരളിയെ മത്സരിപ്പിക്കാൻ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈയെടുത്തേക്കും. പ്രിയങ്കയും കെ മുരളീധരനും മത്സര രംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ മാത്രമാകും മൂന്നാമതൊരാളെ അന്വേഷിക്കുക. ഈ സാഹചര്യത്തിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖിനാകും പരിഗണന. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സിദ്ദിഖ്. മാത്രമല്ല, വയനാട്ടിൽ കോൺഗ്രസിന്റെ മുഖവുമാണ് അദ്ദേഹം. ആനുപാതികമായി മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്ന ആക്ഷേപം കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ഇക്കാര്യം കൂടി പരിഗണിച്ചാൽ സിദ്ദിഖിന് സാധ്യതയേറും. രാഹുൽ വയനാട് ഒഴിയുന്നതിൽ വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചാരണ വേളയിൽ കോൺഗ്രസ് വിയർക്കാനാണ് സാധ്യതയും. 25,000-ൽ താഴെ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ നിന്ന് ആദ്യം ജയിച്ച MI ഷാനവാസിനുണ്ടായിരുന്നത്. ശേഷം അദ്ദേഹം ഭൂരിപക്ഷം ഉയർത്തിയെന്നത് മറ്റൊരു കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ കെ മുരളീധരനുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ LDF സർവ്വശക്തിയും പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷം ശ്രമിക്കും.